പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉള്ള ക്യാൻസർ, അതായത് സ്റ്റേജ് 4 പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ രോഗം തുടങ്ങി അത് വേറെ അവയവങ്ങളിലേക്ക് അത് പടർന്നിട്ടുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട്, അല്ലെങ്കിൽ വളരെ സാധാരണയായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ പടരാൻ സാധ്യതയുള്ള അവയവം അസ്ഥികളാണ്. അസ്ഥികളല്ലാതെ ഈ രോഗം വേറെ ലിംഫ് ഗ്രന്ഥികളിലേക്കോ അതല്ലാതെയുള്ള വിസറൽ ഓർഗൻസ് ഉണ്ട്. വിസറൽ ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സ് ഉണ്ട്, ലിവറുണ്ട്, തലച്ചോറുണ്ട്. ഇങ്ങനെയുള്ള അവയവങ്ങളിലേക്കൊക്കെ ഈ രോഗം പടരാം. അപ്പോൾ അങ്ങനെയൊക്കെ പടർന്നു കഴിയുമ്പോൾ നമ്മൾ ഈ രോഗത്തിനെ 4ാം ഘട്ടത്തിലെ രോഗമായിട്ടേ നമ്മൾ കണക്കാക്കത്തുള്ളൂ. ഈ സ്റ്റേജ് 4 പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പോൾ ഈ സ്റ്റേജ് 4 പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ ബ്രോഡായിട്ട്, വളരെ വിശാല അർത്ഥത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ടാണ്. ഒന്ന് കാസ്ട്രേഷൻ സെൻസിറ്റീവ് അല്ലെങ്കിൽ ഹോർമോൺ സെൻസിറ്റീവ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നും, കാസ്ട്രേഷൻ റെസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഹോർമോൺ റിഫ്രാക്ടറി പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നും നമുക്ക് വളരെ സാധാരണയായിട്ട് നമുക്ക് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഇനി ഹോർമോൺ കാസ്ട്രേഷൻ സെൻസിറ്റീവ് അല്ലെങ്കിൽ ഹോർമോൺ സെൻസിറ്റീവ് കാർസിനോമ പ്രോസ്റ്റേറ്റ് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഈ വാക്കിൻ്റെ അർത്ഥത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഈ ഹോർമോൺ സെൻസിറ്റീവ് അഥവാ കാസ്ട്രേഷൻ സെൻസിറ്റീവ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഹോർമോൺ ചികിത്സയോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്ന രോഗമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ഹോർമോൺ ചികിത്സയാണ്. ആൻഡ്രോജൻ ഡിപ്രിവിയേഷൻ തെറാപ്പി എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ ആൻഡ്രോജൻ പ്രധാനമായിട്ടും ടെസ്റ്റോസ്റ്ററോൺ. ആ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ശരീരത്തിൽ പരമാവധി കുറയ്ക്കുക. അപ്പം ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് പരമാവധി കുറച്ച് കഴിയുമ്പം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ കോശങ്ങൾ നശിച്ചു പോകും. അപ്പം ഈ ഹോർമോൺ ചികിത്സയോട് പ്രതികരിക്കുന്ന രോഗത്തിനെയാണ് നമ്മൾ ഹോർമോൺ സെൻസിറ്റീവ് അഥവാ കാസ്ട്രേഷൻ സെൻസിറ്റീവ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നമ്മുടെ ശരീരത്തിലുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇനി അത് മാത്രമാണോ ചികിത്സ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല ചികിത്സ. ഈ കാസ്ട്രേഷൻ സെൻസിറ്റീവ് അഥവാ ഹോർമോൺ സെൻസിറ്റീവ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ തന്നെ പലതരത്തിലുണ്ട്. അത് നമ്മൾ മനസ്സിലാകുന്നത് ഈ രോഗം എത്രമാത്രം വേറെ അവയവങ്ങളിലേക്ക് പടർന്നിട്ടുണ്ട്, ഈ രോഗം കണ്ടുപിടിച്ച് എത്ര നാളിന് ശേഷമാണ് ഈ രോഗം വേറെ അവയവങ്ങളിലേക്ക് പടർന്നിട്ടുള്ളത്. അതായത് സിൻക്രോണസ് മെറ്റാസ്റ്റസിസ് ആണോ മെറ്റാക്രോണസ് മെറ്റാസ്റ്റസിസ് ആണോ നമ്മൾ നോക്കും. അതൊരു സയൻറ്റിഫിക് ടൈമാണ്. അതെല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഈ വീഡിയോ കാണുന്ന സാധാരണക്കാർക്കൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞാൽ പ്രയാസമായിരിക്കും. അപ്പം നമ്മൾ ചുരുക്കി പറയുവാണെന്ന് വരിയിൽ എത്രമാത്രം രോഗം ഡിസീസ് ബേർഡൻ ഉണ്ടെന്ന് നോക്കണം. ഡിസീസ് ബേർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം എത്രമാത്രം അവയവങ്ങളിലേക്ക് എത്ര ശക്തമായിട്ട് അല്ലെ എത്രത്തോളം പടർന്നിട്ടുണ്ടെന്ന് നോക്കാം. കുറച്ച് പടർന്നിട്ടുള്ള ആൾക്കാരും ഒത്തിരി രോഗം പടർന്നിട്ടുള്ള ആൾക്കാരും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാകാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ കണ്ടുപിടിച്ച അവസ്ഥയിൽ തന്നെ വേറെ അവയവങ്ങളിലേക്ക് രോഗമുള്ള ആൾക്കാർ. വേറെ ഒരു കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിലെ ഗ്രന്ഥിയിലെ ക്യാൻസർ നമ്മൾ 3-5 വർഷം മുമ്പ് കണ്ടുപിടിച്ചു, അതിന് ചികിത്സിച്ചു. 7-8 വർഷം അല്ലെ കുറേ നാളുകൾക്ക് ശേഷം ചെക്കപ്പിലിരിക്കുമ്പോൾ അസ്ഥിയിലോ ലിംഫ് ഗ്രന്ഥിയിലോ ഒക്കെ ചെറിയ രീതിയിൽ രോഗമായിട്ട് തിരിച്ചു വരുന്നവർ. ഇവരുടെയൊക്കെ തമ്മിൽ രോഗത്തിൻ്റെ ചികിത്സ തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഏറ്റവും മോശം രോഗം അല്ലെ ഏറ്റവും ശക്തമായ രോഗം എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ രോഗം കണ്ടുപിടിക്കുന്ന അവസ്ഥയിൽ തന്നെ വേറെ അവയവങ്ങളിലൊക്കെ രോഗമുണ്ട്. ഒത്തിരി അവയവങ്ങളിൽ രോഗമുണ്ട്. ഒത്തിരി അവയവങ്ങളിൽ ശക്തമായിട്ട് രോഗമുണ്ട്. അങ്ങനെ ശക്തമായിട്ട് രോഗമുണ്ടെന്ന് നമ്മൾ പറയണമെങ്കിൽ 3 അതിലധികമോ അസ്ഥികളിലേക്ക് രോഗം പടർന്ന ആളുകൾ, അവർക്ക് ഒത്തിരി രോഗമുള്ളതായിട്ട് നമ്മൾ കണക്കാക്കണം. അതുപോലെ തന്നെ ഈ അസ്ഥികളിലല്ലാതെ ലിവറിനകത്തോ ശ്വാസകോശത്തിനകത്തോ അതുപോലെ അങ്ങോട്ട് രോഗം പടർന്നിട്ടുള്ള ആളുകൾ, ഇതും വളരെ മോശം രോഗമാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലീസൻ സ്കോർ എന്ന് പറഞ്ഞൊരു സ്കോറുണ്ട്. ഇൻഡിവിജ്വൽ ക്യാൻസർ സെല്ലിന് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ടെന്നുള്ളതിന്, അല്ലെ എത്രമാത്രം ശക്തി ഉണ്ടെന്നുള്ളതിനുള്ള ഒരു അളവാണ്, ഒരു കണക്കാണ് ഈ ഗ്ലീസൻ സ്കോർ എന്ന് പറയുന്നത്. ആ സ്കോർ 9 or 10 ഒക്കെ ഉള്ള ആൾ, ഇവർക്കൊക്കെ ഉള്ള രോഗം വളരെ ശക്തമായ രോഗമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള രോഗമുള്ള രോഗികൾക്ക് നമ്മൾ ഈ ഹോർമോൺ ചികിത്സയുടെ കൂടെ തന്നെ നമ്മൾ കീമോതെറാപ്പിയും
കൊടുക്കണം. ആ കീമോതെറാപ്പി കൊടുക്കണേ നല്ല ആരോഗ്യമുള്ള ആളുകൾക്ക് നമുക്ക് കീമോതെറാപ്പി കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആരോഗ്യമില്ലാത്ത ആളുകൾക്ക് കീമോതെറാപ്പി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഡോസിറ്റാക്സൽ എന്ന് പറഞ്ഞൊരു കീമോതെറാപ്പി ആയിരിക്കും അവർക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ ഡോസിറ്റാക്സൽ എന്ന് പറഞ്ഞ കീമോതെറാപ്പിയും ആൻഡ്രോജൻ ഡിപ്രിവേഷൻ തെറാപ്പിയുടെ കൂടെ നമ്മൾ കൊടുക്കുന്നു. അതിന് ശേഷം ഈ കീമോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം ഈ ആൻഡ്രോജൻ ഡിപ്രിവേഷൻ തെറാപ്പി ലൈഫ് ലോങ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ജീവിതകാലം മുഴുവൻ നമ്മൾ കൊടുക്കണം. കീമോതെറാപ്പി ജീവിതകാലം മുഴുവൻ കൊടുക്കാൻ പറ്റത്തില്ല. ഏതാനും സൈക്കിൾ, അത് ഏകദേശം 6 സൈക്കിൾ കഴിയുമ്പോൾ നമുക്ക് കീമോതെറാപ്പി നിർത്തേണ്ടി വരും. അതിനുശേഷം നമ്മൾ ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ പിന്നെയും കുറയ്ക്കാനായിട്ട് അബിരാറ്റിറോണോ അല്ലെന്നുവരിൽ എൻസാലൂട്ടമേഡിനോ ഡാരാലൂട്ടമേഡിനോ ഒക്കെ പറയുന്ന ഗുളികകൾ കൊടുക്കും. ഇങ്ങനെ കൊടുക്കുന്ന ഈ ചികിത്സയ്ക്കാണ് ട്രിപ്പിൾ തെറാപ്പി അല്ലെങ്കിൽ ട്രിപ്ലെറ്റ് തെറാപ്പി എന്ന് പറയും. ഇത് കൊടുക്കുന്നതാണ് ഈ ഹൈ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ രോഗവും ഒത്തിരി അസ്ഥിക്കകത്തോ അല്ലെങ്കിൽ വിസറയ്ക്കകത്തോ ഒക്കെ രോഗമുള്ള ആളുകളെയാണ് നമ്മൾ ഹൈ റിസ്ക് കാസ്ട്രേഷൻ സെൻസിറ്റീവ് CA പ്രോസ്റ്റേറ്റ് എന്ന് വിളിക്കാം. അങ്ങനെയുള്ളവർക്ക് കൊടുക്കേണ്ട ചികിത്സ ഇതാണ്. അതേസമയം ഈ ലോ റിസ്ക് കാസ്ട്രേഷൻ സെൻസിറ്റീവ് CA പ്രോസ്റ്റേറ്റ് ഉണ്ട്. ഒത്തിരി സ്ഥലത്തോട്ടൊന്നും രോഗം പടർന്നു പിടിച്ചിട്ടില്ല. ഡിസീസിൻ്റെ ബൾക്കിനെസ്, അത് എത്രമാത്രം ഡിസീസിൻ്റെ അളവ് അവർക്ക് കുറവുള്ള ആളുകളാണ്. ബൾക്കി ഡിസീസ് അല്ല. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ കണ്ടുപിടിച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷം രോഗം തിരിച്ചു വന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ലോ റിസ്ക് മെറ്റാസ്റ്റാറ്റിക് കാസ്ട്രേഷൻ സെൻസിറ്റീവ് CA പ്രോസ്റ്റേറ്റ് എന്ന് പറയും. അവർക്ക് കീമോതെറാപ്പി നമുക്ക് അവർക്ക് ഒഴിവാക്കി കൊടുക്കാം. അവർക്ക് കീമോ വേണോ വേണ്ടയോ നമ്മളിവിടെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഹൈ റിസ്ക് ഡിസീസ്, ലോ റിസ്ക് ഡിസീസ്. ഹൈ റിസ്കിന് നമ്മൾ കീമോതെറാപ്പി കൊടുക്കുന്നു, ലോ റിസ്കിന് നമ്മൾ കീമോതെറാപ്പി കൊടുക്കത്തില്ല. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോർമോൺ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു രോഗമാണ് CA പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പം ഇങ്ങനെ നമ്മൾ ചികിത്സിച്ച് കുറേ നാൾ കഴിയുമ്പോഴത്തേനും ഈ രോഗം, പ്രത്യേകിച്ച് സ്റ്റേജ് 4 ഈ രോഗം ചികിത്സയോട് പ്രതികരിക്കാതെ പിന്നെയും രോഗം വലുതാകാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വലുതാകാൻ തുടങ്ങുന്ന അവസരത്തിൽ നമ്മൾ ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ എത്രയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ വളരെ കുറവാണ്. എന്നിട്ടും രോഗം വലുതാവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹോർമോൺ റിഫ്രാക്ടറി പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയും. അപ്പോൾ ഹോർമോൺ റിഫ്രാക്ടറി പ്രോസ്റ്റേറ്റ് ക്യാൻസർ പൊതുവേ മോശം രോഗമാണ്. അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് നേരത്തെ എന്തൊക്കെ ചികിത്സ ഈ രോഗിക്ക് കിട്ടിയിട്ടുണ്ട്. കീമോതെറാപ്പി കിട്ടിയിട്ടില്ലാത്ത ആളാണെങ്കിൽ നമ്മൾ കീമോതെറാപ്പി കൊടുക്കും. അതുപോലെ തന്നെ ഹോർമോൺ തെറാപ്പിയുടെ കൂടെ ഈ പുതിയ മരുന്നുകൾ അബിരാറ്റിറോണിനും എൻസാലൂട്ടമേഡിനും അപ്പാലൂട്ടമേഡിനും ഒക്കെ പറയുന്ന മരുന്നുകൾ കിട്ടിയിട്ടില്ലാത്ത ആളുകളാണ്. അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം നേരത്തെ എന്തൊക്കെ മരുന്ന് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് പിന്നീട് ഈ രോഗി ഹോർമോൺ റിഫ്രാക്ടറി ആകുമ്പോൾ എന്നാ ചികിത്സ വേണം നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചികിത്സകളൊക്കെ നമ്മൾ ആഡ് ചെയ്യും. അതുപോലെ തന്നെ വേദനയുള്ള സ്ഥലത്ത് നമ്മൾ റേഡിയേഷൻ കൊടുക്കണം. ഹോർമോൺ റിഫ്രാക്ടറി ആകുമ്പോൾ അസ്ഥികൾക്കൊക്കെ പൊട്ടലും വേദനയൊക്കെ വരാം. അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സോലിൻഡ്രോണിക് ആസിഡ് എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കണം. പിന്നെ ഹോർമോൺ ചികിത്സയോടൊന്നും പ്രതികരിക്കാത്ത ആളുകൾക്ക് റേഡിയോ ന്യൂക്ലിയേറ്റഡ് തെറാപ്പി, PSMA തെറാപ്പി എന്ന് പറഞ്ഞ് ലുട്ടീഷ്യം PSMA തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പല രീതിയിലും രോഗികളെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്ത് പല റിസ്ക് ഗ്രൂപ്പിനകത്ത് പെടുത്തിയിട്ടാണ് നമ്മൾ എന്നാ ചികിത്സ വേണം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി സ്റ്റേജ് 4 പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ സ്റ്റേജ് 4 വരുമ്പം എന്ത് ചികിത്സ വേണം നമ്മൾ തീരുമാനിക്കുന്നത്. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ വളരെ പ്രയാസമാണ്. എന്നാലും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുവാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.